വൈകുന്നേരം ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ചായക്കടി തയ്യാറാക്കാം. ഞാൻ ഒരു 2 സവാള മുറിച്ച് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും നന്നായി വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് രാവിലത്തെ ബാക്കിയുള്ള ഇഡ്ഡലി കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരല്പം വെന്ത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിക്കാം. പിന്നീട് ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഏകദേശം വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച ഇഡ്ഡലി കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം കഴിക്കാനുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു ചായയുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.